ആഡംബര കാർ വാങ്ങി നൽകണമെന്ന മകന്റെ നിരന്തരമായ ആവശ്യത്തെ ചൊല്ലിയുണ്ടായ കലഹത്തിനൊടുവിൽ പിതാവ് മകന്റെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട നിരവധി സാമൂഹിക നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ സംഭവം കേവലം ഒരു കുടുംബ വഴക്ക് എന്നതിനപ്പുറം മാറുന്ന സാമൂഹിക മൂല്യങ്ങൾ, ഉപഭോഗ സംസ്കാരത്തിന്റെ സ്വാധീനം, രക്ഷകർതൃത്വത്തിന്റെ വെല്ലുവിളികൾ, ഒപ്പം നിയമപരമായ പ്രതിരോധത്തിന്റെ അതിർവരമ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾക്ക് വക നൽകുന്നു. തിരുവനന്തപുരം സ്വദേശിയായ വിനയാനന്ദൻ ഏക മകൻ ഹൃത്തിക്കിന് ഒരു വർഷം മുമ്പ് 17 ലക്ഷം രൂപ വിലയുള്ള ആഡംബര ബൈക്ക് വാങ്ങി നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ ഹൃത്തിക്ക് ഒരു ആഡംബര കാർ കൂടി ആവശ്യപ്പെട്ടു. സാമ്പത്തികമായി നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ലെന്ന് വിനയാനന്ദൻ മകനെ അറിയിച്ചു. തുടർന്ന് കാർ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൃത്തിക് വീട്ടിൽ നിരന്തരം ബഹളം ഉണ്ടാക്കുകയും മാതാപിതാക്കളെ ആക്രമിക്കുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. മകന്റെ ആക്രമണ ശ്രമത്തെ പ്രതിരോധത്തിലാക്കുന്നതിനിടെയാണ് പിതാവ് വിനയാനന്ദൻ കമ്പിപ്പാര എടുത്ത് മകന്റെ തലയ്ക്കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഹൃത്തിക്കിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും പിതാവിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സംഭവം കേരള സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ഇരുണ്ട മുഖമാണ് വെളിപ്പെടുത്തുന്നത്. 17 ലക്ഷം രൂപയുടെ ബൈക്ക് കൈവശമുള്ള മകൻ അതിലും വലിയ ആഡംബര കാർ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിൽ നിന്നും യുവാക്കളുടെ മനസ്സിൽ ആഡംബര വസ്തുക്കളോടുള്ള അമിതമായ ഭ്രമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം, കൂട്ടുകാരുടെ ഇടയിലുള്ള സ്റ്റാറ്റസ് നിലനിർത്താനുള്ള സമ്മർദ്ദം, എളുപ്പത്തിൽ പണം സമ്പാദിക്കണമെന്ന മിഥ്യാധാരണ എന്നിവയെല്ലാം ഈ ഭ്രമത്തിന് കാരണമാകുന്നു. ആഡംബര വസ്തുക്കൾ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും അളവുകോലായി മാറുന്നതാണ് ഈ പ്രശ്നത്തിന്റെ കാതൽ. ഏക മകന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വിനയാനന്ദൻ നേരത്തെ തന്നെ 17 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഈ അമിതമായ ലാളനയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന പ്രവണതയും മകനെ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആവശ്യം നിരസിക്കുമ്പോൾ മകൻ മാതാപിതാക്കളെ ആക്രമിക്കാൻ മുതിരുന്നത് യുവതലമുറയിലെ വൈകാരിക നിയന്ത്രണമില്ലായ്മ, മാതാപിതാക്കളോടുള്ള ബഹുമാനക്കുറവ് എന്നിവയുടെ പ്രകടമായ ഉദാഹരണമാണ്. മാതാപിതാക്കൾ സാമ്പത്തികമായി പ്രയാസത്തിലാണെന്ന് പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതിരിക്കുന്നത് സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മകന് അവബോധം നൽകുന്നതിൽ കുടുംബത്തിന് സംഭവിച്ച വീഴ്ചയായും വിലയിരുത്താവുന്നതാണ്. മകൻ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിൽ മുതിർന്ന പൗരന്മാർ മക്കളുടെ ആക്രമണത്തിൽ ഇരയാകുന്നത് വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ കേസിൽ മകന്റെ ഭാഗത്തു നിന്നും ശാരീരിക ആക്രമണം ഉണ്ടായതാണ് പിതാവിനെ പ്രതിരോധിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആക്രമണത്തിന്റെ ഭീകരമായ അന്തരീക്ഷത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. വിനയാനന്ദനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് നിയമപരമായ ഒരു നടപടിക്രമമാണ്. എന്നാൽ ഈ കേസിൽ സ്വയം രക്ഷ അഥവാ പ്രൈവറ്റ് ഡിഫൻസ് എന്ന നിയമപരമായ അവകാശം ഒരു പ്രധാന വിഷയമായി മാറും. ഹൃത്തിക്കിന് തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിച്ചതിലൂടെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തപ്പെടാൻ സാധ്യതയുമുണ്ട്. എന്നാൽ പിതാവ് ആക്രമണം നടത്തിയത് മകൻ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 96 മുതൽ 106 വരെയുള്ള വകുപ്പുകൾ സ്വയം രക്ഷയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വന്തം ശരീരത്തിനോ മറ്റൊരാളുടെ ശരീരത്തിനോ ഉണ്ടാകുന്ന ആപത്ത് തടയാൻ വേണ്ടത്ര ബലം പ്രയോഗിക്കാം. ഈ കേസിൽ മകന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പിതാവ് കമ്പിപ്പാര ഉപയോഗിച്ചതെങ്കിൽ അത് സ്വയം രക്ഷയുടെ പരിധിയിൽ വരും. എന്നാൽ സ്വയം രക്ഷയ്ക്കുള്ള അവകാശം ന്യായമായ പരിധി ലംഘിക്കാൻ പാടില്ല. തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിക്കുക എന്നത് ഗുരുതരമായ പരിക്കോ മരണമോ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രവൃത്തിയാണ്. മകന്റെ ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നു, പിതാവിന് മറ്റു വഴികൾ ഉണ്ടായിരുന്നോ എന്നതെല്ലാം കോടതിയിൽ നിർണായകമാകും. സ്വയം രക്ഷയ്ക്കുള്ള അവകാശം ഉപയോഗിച്ചാണ് പിതാവ് മകനെ ആക്രമിച്ചതെന്ന് തെളിയിക്കാനായാൽ പിതാവ് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ പിതാവ് ഉപയോഗിച്ച ആയുധത്തിന്റെ മാരക സ്വഭാവം, മകന് സംഭവിച്ച പരിക്ക് എന്നിവ കോടതിയിൽ ഒരു വെല്ലുവിളിയായേക്കാം. വിനയാനന്ദൻ മനഃപൂർവ്വം മകനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിനേക്കാൾ മകന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിഭ്രാന്തനായി പ്രതികരിച്ചതാകാനാണ് സാധ്യത. പോലീസും കോടതിയും ഈ കേസിന്റെ പൂർണ്ണ പശ്ചാത്തലം, മകന്റെ മുൻകാല പെരുമാറ്റം, വീട്ടിലെ പ്രശ്നങ്ങൾ, ആക്രമണത്തിന്റെ തീവ്രത എന്നിവ പരിഗണിച്ച ശേഷമാകും അന്തിമ നിഗമനത്തിലെത്തുക. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. ഇത്തരത്തിലുള്ള കുടുംബ കലഹങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമൂഹിക തലത്തിലും വ്യക്തിഗത തലത്തിലും മാറ്റങ്ങളും അനിവാര്യമാണ്. സംഘർഷം രൂക്ഷമാകുന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ച് യുവതലമുറ അക്രമാസക്തമാകുമ്പോൾ പ്രൊഫഷണൽ കൗൺസിലിംഗ് തേടേണ്ടതും അത്യാവശ്യമാണ്. വൈകാരിക നിയന്ത്രണത്തിലുള്ള പരിശീലനം, ആശയവിനിമയ രീതികൾ മെച്ചപ്പെടുത്തൽ എന്നിവയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. കുട്ടികളെ ചെറുപ്പം മുതലേ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം. ആഡംബര വസ്തുക്കൾ ഒരു വ്യക്തിയുടെ മൂല്യമോ സന്തോഷമോ തീരുമാനിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കണം. അനാവശ്യ ആവശ്യങ്ങളെ എങ്ങനെ നോ പറയാമെന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കുകയും അതേസമയം മക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ വ്യക്തമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുകയും വേണം. മക്കളുടെ ആക്രമണത്തിൽ നിന്ന് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്ന നിയമങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കണം.
കുടുംബത്തിനുള്ളിലെ ആക്രമണം ആരംഭിക്കുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ള സഹായം തേടേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അയൽക്കാരോ അടുത്ത ബന്ധുക്കളോ പോലീസോ അടിയന്തരമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ആഡംബര കാറിനായുള്ള മോഹം ഒടുവിൽ ഒരു മകന്റെ ജീവൻ തന്നെ ഭീഷണിയാവുകയും ഒരു പിതാവിനെ നിയമപരമായി കുരുക്കിലാക്കുകയും ചെയ്ത ഈ സംഭവം കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഒരു മുന്നറിയിപ്പാണ്. ഉപഭോഗ സംസ്കാരം കുടുംബ ബന്ധങ്ങളെ എത്രത്തോളം വിഷലിപ്തമാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ഈ കേസിൽ പിതാവ് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണോ കമ്പിപ്പാര ഉപയോഗിച്ചെന്ന നിയമപരമായ ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് കുടുംബത്തിനകത്തെ അതിക്രമത്തിന്റെ ഗൗരവം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ആഡംബര ഭ്രമത്തിന്മേൽ യാഥാർത്ഥ്യബോധവും സ്നേഹവും സത്യസന്ധതയും പുലർത്തേണ്ട ആവശ്യകതയാണ് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹൃത്തിക്കിന്റെ ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ ശ്രമങ്ങൾക്കൊപ്പം ഈ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ വേരുകൾ കണ്ടെത്തി മറ്റു കുടുംബങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാനുള്ള പ്രതിവിധികൾ കണ്ടെത്തുകയും സമൂഹത്തിന്റെ കടമയാണ്.